നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ശരപ്പഞ്ചരം റിലീസായിട്ട് 46 കൊല്ലങ്ങളായി. ഹരിഹരനാണ് അതിൻ്റെ ഡയറക്ഷൻ. വളരെ വളരെ നന്നായി ഒരേ ദിവസം ഓടിയൊരു പടമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കാണേണ്ട ഒരു പടമാണ്. ഒരുപാട് ഫ്ലാഷ് ബാക്കുകൾ ആലോചിക്കുന്ന, വീട്ടിലറിയാതെ ആഹാരം കഴിക്കാൻ അമ്മ തന്നുവിടുന്ന പൈസയിൽ നിന്ന് സ്വരുക്കൂട്ടി വയ്ക്കുന്ന പൈസ കൊണ്ട് വീട്ടിലറിയാതെ സിനിമ കാണുന്ന കാലം. അങ്ങനെ കണ്ട സിനിമകളിലൊന്നാണ് ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത ശരപഞ്ചരം. മറക്കില്ല. വില്ലനാണോ നായകനാണോ എന്ന് പറയാൻ പറ്റാത്ത രാജശേഖരൻ, സൗദാമിനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്ന ജയേട്ടൻ മനസ്സിലും മുഴങ്ങുന്നു ഇപ്പോഴും. ഹിറ്റുകളുടെ കഥ എന്ന നമ്മുടെ സെഗ്മെൻറ്റിൽ ഞാനിന്ന് പറയുന്നത് ശരപഞ്ചരത്തെക്കുറിച്ചാണ്. കാരണം ഈ വരുന്ന മറ്റന്നാൾ വെള്ളിയാഴ്ച പടം റിലീസാണ്, വീണ്ടും റിലീസാണ്. നമ്മളുടെ ഹിറ്റുകളുടെ കഥയിൽ കുറച്ച് സിനിമകളെക്കുറിച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു സംവിധായകൻ്റെ ഓരോ സിനിമ വെച്ച് ചെയ്താൽ തന്നെ 100-100 ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ഹരസാറിൻ്റെ സിനിമകളിൽ വടക്കൻ വീരഗാഥയെക്കുറിച്ച് ഒരെണ്ണം ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയെക്കുറിച്ചും ഹിറ്റുകളുടെ കഥയിൽ ചെയ്യുന്നത്. 1938 മലയാളത്തിലെ ആദ്യത്തെ ശബ്ദിക്കുന്ന ചിത്രം ബാലൻ തിയേറ്ററിലെത്തി. 1938 മുതൽ 1973 വരെ മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമകളെ ചരിത്രമെടുത്ത് 35 വർഷക്കാലത്ത് സിനിമ ചരിത്രമെടുത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ 1958 ഇറങ്ങിയ നായരി പിടിച്ച പുലിവാല് എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമയാണ് നർമ്മത്തിൻ്റെ ഫ്ലേവറുള്ള മലയാളത്തിലെ ഒരു സിനിമ ഇറങ്ങിയത്. ആലോചിച്ച് നോക്കും, 35 വർഷത്തിനിടയിൽ ഒരു സിനിമയാണ്. തിരമാല എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്ത ശേഷം ആ പരിചയവുമായി ഒരു സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യാനായി ഒരു കഥ തേടി പ്രശസ്ത സാഹിത്യകാരൻ ഉറൂബിനെ പി ഭാസ്കരൻ മാഷും രാമു കാര്യട്ടും കൂടെ കാണുന്നു. ഉറൂബ് 3 കഥകൾ പറഞ്ഞു. അതിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നീലക്കുയിൽ തിരഞ്ഞെടുത്തു. നീലക്കുയിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചരിത്രമാണ്. മലയാളത്തിന് ആദ്യമായി രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ വാങ്ങിത്തന്ന ചിത്രമാണല്ലോ. മനോഹരമായ പാട്ടുകളുള്ള ഒരു നല്ല മെസ്സേജുള്ള സിനിമ. മറ്റ് 2 കഥകൾ രാരിച്ചൻ എന്ന പൗരനും നായര് പിടിച്ച പുലിവാലുമായിരുന്നു. ഈ നീലക്കുയിൽ കഴിഞ്ഞപ്പോൾ സംവിധാന ഇരട്ടകൾ പിരിഞ്ഞു, ഒറ്റയ്ക്കൊറ്റയ്ക്കായി. ഭാസ്കര മാഷ് രാരിച്ചൻ എന്ന പൗരനും പിന്നാലെ നായര് പിടിച്ച പുലിവാലും സംവിധാനം ചെയ്തു. സർക്കസ് പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു പ്രണയ കഥയായിരുന്നു നായര് പിടിച്ച പുലിവാൽ. നായര് പിടിച്ച പുലിവാലിൻ്റെ പുലിവാലുകൾ പറഞ്ഞ ഒരുപാട് പറയണം. നമ്മുടെ ബാലകൃഷ്ണ പിള്ളയുടെ അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ KB ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ബാലകൃഷ്ണ പിള്ളയുടെ അച്ഛൻ കീഴൂട്ട് രാമപിള്ള നായർ പ്രമാണി ശമ്പളത്തിന് ആളെ വെച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടിച്ച നായര് പിടിച്ച പുലിവാലിൻ്റെ പോസ്റ്ററുകൾ മുഴുവൻ കീറിക്കളഞ്ഞു. അത്രയും പുലിവാല് പിടിച്ച പടമായിരുന്നു. കഥയേക്കാൾ നർമ്മമുള്ള പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു നായര് പിടിച്ച പുലിവാല്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരിമാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറഞ്ഞ മെഹബൂബ് പാടുന്ന പാട്ടടക്കം, വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ് എന്നുള്ള പാട്ട്, KP ഉദയഭാനു ആദ്യമായി സിനിമയ്ക്കായി പാടിയ എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ തങ്കം പുഞ്ചിരിപ്പാലിൽ എന്നുള്ള പാട്ട്. ഈ പാട്ടുകളൊക്കെ നായര് പിടിച്ച പുലിവാലിലായിരുന്നു. കഥയേക്കാൾ രസമായിരുന്നു അതിലെ രസകരമായ നർമ്മ രീതിയിലുള്ള പാട്ടുകൾ. ഹാസ്യത്തിന് മുൻഗണന നൽകി ചെയ്ത സിനിമയുടെ വിജയം പ്രതീക്ഷയ്ക്ക് ഒത്ത് എത്തിയില്ല. ഇത്രയും നായര് പിടിച്ച പുലിവാലിനെക്കുറിച്ച് അല്ലെങ്കിൽ ബാലൻ മുതലുള്ള സിനിമകളെക്കുറിച്ച് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ന്യായമായി നിങ്ങൾക്ക് സംശയിക്കും. 1973 മലയാള സിനിമയിൽ ഒരു പുതിയ ട്രാക്കിലൂടെ കഥ പറഞ്ഞാൽ പ്രേക്ഷകരെ തിയേറ്ററിൽ ഇരുത്തി ചിരിപ്പിക്കാം എന്നൊരു പരീക്ഷണം നടത്തിയ ഒരു സിനിമ തിയേറ്ററിലെത്തി. ലേഡീസ് ഹോസ്റ്റൽ. രേഖ സിനി ആർട്സിൻ്റെ ബാനറിൽ ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച്, ഡോക്ടർ ബാലകൃഷ്ണനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ട എന്ന് തോന്നുന്നു. സിന്ദൂരമടക്കം ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത സത്യനന്ദിക്കാടിൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ബാലകൃഷ്ണൻ രേഖ സിനി ആർട്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി
കൃഷ്ണൻ നായർ സാറിൻ്റെ അടക്കം സംവിധാന സഹായിയായിരുന്ന ഹരിഹരൻ എന്ന കോഴിക്കോട്ടുകാരനായ ചിത്രകലാ അധ്യാപകനെ കൊണ്ട് ആദ്യമായി സ്വതന്ത്ര സംവിധായകനാക്കിയ സിനിമയായിരുന്നു ലേഡീസ് ഹോസ്റ്റൽ. ടൈറ്റിൽ എഴുതി കാണിക്കാൻ തുടങ്ങുന്നത് മുതൽ ഈ സിനിമ ഏത് തരത്തിലുള്ള ഫ്ലേവറിലുള്ളതാണെന്ന് നമുക്ക് ബോധ്യമാവും. തിയേറ്ററിൽ ആരൊക്കെയാണ് അഭിനേതാക്കളെന്ന് പണ്ട് എഴുതി കാണിക്കുമായിരുന്നല്ലോ, അഭിനേതാക്കൾ എന്ന് എഴുതിയിട്ട് നേരിൽ കാണുക എന്നാണ് എഴുതി കാണിച്ചത് ആ പടത്തിൽ. രസകരമായ സംഭവങ്ങളാൽ സമ്പന്നമായ സിനിമാ പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവമായി ലേഡീസ് ഹോസ്റ്റൽ. പിന്നാലെ കോളേജ് ഗേള്, അയലത്തെ സുന്ദരി, ലവ് മാരേജ്, അമ്മിണി അമ്മാവൻ തുടങ്ങിയ രസകരമായ സിനിമകൾ ഹരസാർ പിന്നെയും ചെയ്തു. ഒപ്പം രാജഹംസം, ബാബുമോൻ, തെമ്മാടി വേലപ്പൻ, ആകാശം, സുജാത പോലുള്ള സീരിയസ് സിനിമകളും ചെയ്തു. ഹരിഹരൻ എന്ന ഒരു സ്വതന്ത്ര സംവിധായകനെ ലേഡീസ് ഹോസ്റ്റൽ വഴി മലയാള സിനിമയ്ക്ക് ലഭിച്ചു. പ്രേം നസീർ എന്ന ജനപ്രിയ നായകനെ ആക്ഷനും കോമഡിയും ഒക്കെ ചെയ്യിക്കാനാവുമെന്ന് തെളിയിച്ച സംവിധായകൻ കൂടിയാണ് ഹരിഹരൻ. പ്രേം നസീർ എന്ന ഇമേജിൽ വളർന്നവനാണ് ഞാനെന്ന് തുറന്നു പറയാൻ ഇപ്പോഴും ഒരു മടിയുമില്ലാത്ത ആളാണ് ഹരൻ സാർ. ഹരിഹരൻ എന്ന സംവിധായകൻ്റെ 20ാമത്തെ സിനിമയായിരുന്നു ശരപഞ്ചരം. 1979 മാർച്ച് 28 തിയേറ്ററിലെത്തിയ സിനിമ. ഞാനിപ്പോഴും ഓർക്കുന്നു, വീട്ടിലറിയാതെ തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്ററിൽ പോയിട്ട് ശരപഞ്ചരം കണ്ടത്. കാരണം അപ്പോഴേക്കും ജയേട്ടൻ നമ്മുടെയൊക്കെ മനസ്സിലൊരു സ്ഥാനം ഉറപ്പിച്ചു തുടങ്ങിയ സമയമായിരുന്നു. സത്താർ എന്ന അഭിനേതാവിന് ഈ സിനിമയിൽ കിട്ടിയ വേഷത്തിനപ്പുറം പവർഫുള്ളായൊരു വേഷം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ വേറെ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സിദ്ധയ്യൻ എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയുടെ വേഷം നെല്ലിക്കോട് ഭാസ്കരൻ ചെയ്തിരുന്നു. സിദ്ധയ്യൻ ജയൻ്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ ജയൻ ചെയ്യുന്ന രാജശേഖരനെതിരെ സംസാരിക്കുമ്പോൾ സിദ്ധയ്യൻ എന്ന് പല ആവർത്തി ജയേട്ടൻ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പ്രഭാകരൻ്റെ വേഷമായിരുന്നു സത്താറിന്. അച്ഛനെ രാജശേഖരൻ മുതലാളിയുടെ ചട്ടമ്പി ചെല്ലപ്പൻ, ഭാസ്കരക്കുറുപ്പ് ചെയ്ത വേഷ റോഡിൽ അടിച്ചു വീഴ്ത്തുന്നത് കണ്ടിട്ട് തിരിച്ച് രാജശേഖരൻ്റെ മുന്നിലിട്ട് ചെല്ലപ്പനെ ചതയ്ക്കുന്ന പ്രഭാകരൻ. പടം ക്ലൈമാക്സിലെത്തുമ്പോൾ എപ്പോഴും നായകൻ വില്ലനെ കൊന്ന് നായികയുമായി പാട്ടും പാടി പോകുമെങ്കിൽ പ്രതികാരം ചെയ്യാൻ വന്ന നായകനെ കൊന്ന് കൊക്കയിൽ തള്ളുന്ന പ്രതിനായകനെ എന്തുകൊണ്ടോ എനിക്ക് വെറുക്കാൻ തോന്നിയില്ല. നമുക്ക് വെറുക്കേണ്ടതാണ്, പക്ഷേ എന്തുകൊണ്ടോ ജയേട്ടൻ ചെയ്തുകൊണ്ടായിരിക്കാം. നായകനെ കൊന്ന് പാവം നിഷ്കരണം ഒരു ചെറുപ്പക്കാരനെ സത്താറിനെ കൊന്ന് കൊക്കയിൽ തള്ളിയിട്ട് നിൽക്കുന്ന രാജശേഖരൻ. നായികയുടെ വെടികൊള്ളുമ്പോഴും മുന്നോട്ട് നടന്നു വന്ന് വീണ്ടും വെടിയേറ്റിട്ടും തോൽവി പറയാതെ മരിക്കുന്ന വില്ലൻ നായകനായ രാജശേഖരൻ. തിയേറ്റർ വിട്ടിട്ടും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സിനിമയായിരുന്നു ശരപഞ്ചരം. ചിരപ്രതിഷ്ഠ നേടിയ നായകൻ ഇന്നും എൻ്റെ മനസ്സിൽ. ഒന്നും വേണ്ട, കുതിരയ്ക്ക് മസാജ് ചെയ്യുന്ന മാത്രം മതി, ജയേട്ടൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല. ശരപഞ്ചരത്തിന് ശേഷം ലാവയടക്കം പണം വാരി പടങ്ങളും നല്ല ബജറ്റിലെടുത്ത സിനിമകൾ ഹരിഹര സാർ ചെയ്തിട്ടും MTയുമായി ചേർന്നതോടെ തൻ്റെ സിനിമാ രീതികളെ തന്നെ മാറ്റിമറിച്ച് പഞ്ചാഗ്നിയും ആരണ്യകവും അമൃതംഗമയും വടക്കൻ വീരഗാഥയും അടക്കം ഒരുപാട് ഉദാത്തമായ സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകനായിട്ടും ഹരിഹരൻ എന്ന് പറഞ്ഞ സംവിധായകൻ സംവിധാനം ചെയ്ത 49 സിനിമകളിൽ ഇന്നും എൻ്റെ മനസ്സിൽ ഒന്നാം സ്ഥാനം ശരപഞ്ചരത്തിനാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അദ്ദേഹം 49 സിനിമ സംവിധാനം ചെയ്തു, ഒരു തമിഴ് പടം അടക്കം. അതിൽ എനിക്കിന്നും ശരപഞ്ചരം തന്നെയാണ്. അതിൻ്റെ ടേക്കിങ്സുകളായാലും ശരി, ലൊക്കേഷനായാലും ശരി, കാസ്റ്റിംഗ് ആയാലും ശരി, എനിക്ക് അദ്ദേഹമാണ് തിരക്കഥ എഴുതിയത് സിനിമയ്ക്ക്. കുതിരയ്ക്ക് മസാജ് ചെയ്യുന്ന രാജശേഖരൻ്റെ ബാക്ക് ഷോട്ട് കാണിച്ച് ജയൻ എന്ന അഭിനേതാവിൻ്റെ ഇമേജിനെ മാറ്റിമറിച്ച സംവിധായകനാണ് ഹരിഹരൻ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ശരീരം ആവശ്യപ്പെടുന്ന സുഖങ്ങൾ കുതിരക്കനലിൽ നിന്നും സ്വീകരിച്ചു പോയ ഒരു തെറ്റ് മാത്രം ജീവിതത്തിൽ ചെയ്തു പോയ സൗദാമിനി എന്ന ഒരു ശരാശരി സ്ത്രീയുടെ തകർച്ചയുടെ കഥ പറഞ്ഞ ശരപഞ്ചരം, കുതിരയെ നോക്കാൻ വന്ന് കുടുംബനാഥനായി മാറിയ രാജശേഖരൻ്റെ സിനിമയാക്കി മാറ്റിയുള്ള മാജിക്കൽ സിനിമയായിരുന്നു ശരപഞ്ചരം എന്ന് ഞാൻ പറയും. ഒരു സ്ത്രീപക്ഷ സിനിമയാണ്, പക്ഷേ ചെയ്ത് വന്നപ്പോൾ സിനിമ ഒരു ഈ കുതിരക്കാരനായി വന്ന രാജശേഖരൻ്റെ സിനിമയായിപ്പോയി എന്ന് ഞാൻ പറയും. കുതിരക്കാരൻ രാജശേഖരൻ്റെ ബലിഷ്ഠമായ പേശികളിൽ നോക്കി നിൽക്കുമ്പോൾ ജോലിക്കാരിയായ മല്ലി എന്ന് പറഞ്ഞാൽ ഭവാനി ചെയ്ത വേഷ പുഷ്പം പോലെ പൊക്കിയെടുത്ത് നടക്കുന്ന രാജശേഖരൻ്റെ
ഉരുക്കുപോലുള്ള ശരീരഭംഗിയെ സൗദാമിനിയെ പോലെ തന്നെ സ്ക്രീനിൽ നോക്കിയിരുന്നവരെയൊക്കെ കൊതിപ്പിച്ചു എന്നതാണ് സത്യം. രാജശേഖരനും പ്രഭാകരനും ഷർട്ടൊക്കെ വലിച്ചൂരി എറിഞ്ഞിട്ട് പാറയുടെ പുറത്ത് ബലാബലം നോക്കുന്ന ലോ ആംഗിൾ ഷോട്ടിലെ നീലമേഘം ഇന്നും മനസ്സിൽ റീവൈൻഡ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റും. രാജശേഖര, പ്രഭാകരനെ ഒന്നും ചെയ്യല്ലേ എന്ന് ആഗ്രഹിക്കുന്നതിനൊപ്പം പടം കണ്ടുകൊണ്ടിരിക്കും നമുക്ക് തോന്നും, പാവം ആ പ്രഭാകരനെ ഒന്നും ചെയ്യല്ലേ, അവനെ വിടൂ രാജശേഖര എന്ന് പറയാൻ തോന്നും. പക്ഷേ രാജശേഖരന് ഒന്നും സംഭവിക്കില്ലേ എന്നും എന്നെ പോലെയുള്ള ചെറിയ പ്രേക്ഷകരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച എന്താ പറയുക സിനിമയായിരുന്നു ശരപഞ്ചരം. മലയാറ്റൂർ രാമകൃഷ്ണൻ IAS-ൻ്റേതായിരുന്നു കഥ. അദ്ദേഹം ഏതൊരു ഇംഗ്ലീഷ് നോവലിൻ്റെ ഒരു വിദൂര സാമ്യമുള്ള കഥയാണ്. അതിൽ നിന്നും തിരക്കഥയുണ്ടാക്കി സംവിധാനം ചെയ്യുകയായിരുന്നു ഹരത് സാർ. ഹരത് സാറിനെ കൊണ്ട് നിരവധി സിനിമകൾ നിർമ്മിച്ച GP ബാലനായിരുന്നു GP ഫിലിംസ് നിർമ്മാതാവ്. നമ്മുടെ പ്രിയപ്പെട്ട നടി എന്താ പറയുക ദൃശ്യമടക്കം മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകളിൽ നായികയായി വന്ന മീനയുടെ അമ്മയുടെ അനുജത്തിയോ അമ്മയുടെ ജ്യേഷ്ഠത്തിയോ ആണ് ഈ പറയുന്ന GP ബാലൻ്റെ ഭാര്യ. ലാഭ പോലുള്ള ട്രെയിനും കുതിരകളും ഒക്കെയുള്ള നല്ല ചിലവുള്ള സിനിമകളും നിർമ്മിച്ച നിർമ്മാതാവാണ് GP ബാലൻ. അവസാനം അദ്ദേഹം ഒരു മടയത്തരഞ്ഞം കാണിച്ചു എന്ന് പറയാം. ശങ്കറിനെയും മേനകയെയും പ്രധാന വേഷക്കാരാക്കി ഒരു മൊട്ട് വിരിഞ്ഞപ്പോൾ എന്നൊരു സിനിമ നിർമ്മിച്ച് അങ്ങ് സംവിധാനം ചെയ്തു. അതോടെ ഷട്ടർ ഇട്ടു എന്ന് പറയാം, കാരണം പടം തിയേറ്ററിലെത്തിയില്ല. മെല്ലി ഇറാനിയായിരുന്നു ശരപഞ്ചരത്തിൻ്റെ ഛായാഗ്രാഹകൻ. ഹൈറേഞ്ചിൻ്റെ ഭംഗി, നമ്മളിപ്പോൾ ചെമ്മീനിൽ കടലിൻ്റെ ഭംഗി കണ്ടതുപോലെ ഹൈറേഞ്ചിൻ്റെ ഭംഗി ഒപ്പിയെടുത്ത സിനിമയായിരുന്നു ശരപഞ്ചരം. ഇപ്പോഴും അതിലെ ഓരോ ഫ്രെയിമുകളും അമ്പലക്കുളങ്ങനെ അമ്പലക്കുളത്തിലെ ആമ്പൽപ്പൂവ് എന്നുള്ള ആ പാട്ടിൻ്റെയൊക്കെ പോലെ അതിലൊക്കെ ആ പച്ച പുൽത്തകടിയിലൂടെ വെള്ള യൂണിഫോം ഇട്ട കാർ ഓടിക്കുന്ന യൂണിഫോം ഇട്ട സത്താറും എത്ര ഇറക്കം കുറയ്ക്കാമോ അത്രയും കുറച്ച ഒരു ഫ്രോക്കിട്ട പ്രിയ എന്ന് പറഞ്ഞ നടിയും കൂടെയുള്ള വിഷ്വലുകളൊക്കെ ഒന്ന് കണ്ണടച്ചാൽ മനസ്സിലൂടെ ഓടിപ്പോവും. കുറച്ച് കഥാപാത്രങ്ങളെ ഈ സിനിമയിലുള്ളൂ. PK എബ്രഹാം, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബേബി സുമതി, പ്രിയ, കോട്ടയം ശാന്ത മുതലായവരായിരുന്നു നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നത്, ആ വേഷങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ നായകനായ ശങ്കർ അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വെള്ളമടക്കം ഹരത് സാറിൻ്റെ സിനിമകൾക്ക് നല്ല പാട്ടുകൾ ചെയ്ത ദേവരാജ മാഷായിരുന്നു സംഗീതം. അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ, കണ്ണോശ്രമത്തിലെ മാൻ പോലെ, അന്നൊരിക്കൽ ഞാൻ കണ്ട പെൺകിടാവേ, നീ കൗമാരം കസവിട്ട പൂനിലാവ് എന്ന് യേശുദാസ് പാടിയ ഒരു നല്ല സത്താർ പാടുന്നൊരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്. മലരിൻ്റെ മണമുള്ള രാത്രി, മാസ്മര ലയമുള്ള രാത്രി എന്ന് പറഞ്ഞ ജയവാലിനി, അന്നത്തെ കാലത്ത് ഞങ്ങളെയൊക്കെ രോമാഞ്ചമായിരുന്ന വലിയ ശരീരമുള്ള ജയവാലിനി ജയനുമായിട്ട് പാടി അഭിനയിക്കുന്ന പാട്ട്. അതുപോലെ സാരസ്വതാ മധു, സരസി രുഹമേ എന്ന് പറഞ്ഞ വാണിജ്യറാം പാടിയൊരു ഷീല വീണ വായിക്കുമ്പോൾ പാടുന്നൊരു പാട്ട്. ജയനും ഷീലയും സത്താറും ജയമാലിനിയും ഭാവനിയും ബേബി സുമതിയും ഒക്കെയുള്ള സിനിമയിൽ സൗദാമിനിയുടെ മകളായി പ്രിയ എന്ന നടിയെ എങ്ങനെ കാസ്റ്റ് ചെയ്തു എന്ന് കുട്ടി മനസ്സിൽ തോന്നിയ സംശയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആകെപ്പാടെ എനിക്ക് തോന്നിയത് ആ പ്രിയ എന്തിന് ഈ നായികയാക്കി എന്ന് മാത്രമാണ്. കാരണം ഷീലയെ പോലൊരു സുന്ദരിയുടെ മകളായിട്ട് ഷീല തന്നെ ചെയ്താലും മതിയായിരുന്നു. ശരപഞ്ചരം ഇറങ്ങിയ അന്ന് രാത്രി പ്രശസ്ത നിർമ്മാതാവായ ജിയോ കുട്ടപ്പൻ ഹരത് സാറിനെ വിളിച്ചു. ഒരു മഹാനടനെ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു ഈ ചിത്രത്തിൽ എന്നാണ് ജിയോ കുട്ടപ്പൻ ശരപഞ്ചരത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു മഹാനടനെ. ഷോലയിലെ ഗബ്ബർ സിംഗായി അംജദ് ഖാൻ വന്നതുപോലെയായി ജയൻ്റെ വരവ് എന്നാണ് KP ഉമ്മർ ഹരത് സാറിനോട് പറഞ്ഞത്. ഇവിടെ KP ഉമ്മറിന് പകരക്കാരനായി ജയം വന്ന ഒരു കഥയുണ്ട്. ശരപഞ്ചരത്തിന് 3 വർഷം മുമ്പ് സുപ്രിയയ്ക്ക് വേണ്ടി ഹരത് സാർ പഞ്ചമി എന്ന സിനിമ ചെയ്യുകയാണ്. സത്യ സ്റ്റുഡിയോയിൽ പഞ്ചമിയുടെ ചിത്രീകരണം നടക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു വിളി വന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിൽ നിന്നും ഉമ്മറിന് വരാനാകില്ല എന്ന് പറയാനാണ് വിളിച്ചത്. ഡേറ്റ് ക്ലാഷ് ആവും, അതുകൊണ്ട് എനിക്ക് പകരം വേറെ ആരെങ്കിലും വയ്ക്കൂ എന്ന് പറയാനാണ് വിളിച്ചത്. പ്രേം നസീറുമായി കോമ്പിനേഷനൊക്കെ ഉള്ള കഥാപാത്രമാണ്. നായിക ജയഭാരതി അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി. എൻ്റെ മുറച്ചെറുക്കനാണ് കൃഷ്ണൻ നായർ. ഹരത് സാർ അടിമുടി ഒന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഫോറസ്റ്റ് റേഞ്ചർ ആവാൻ പറ്റിയ ശാരീരിക ഘടനയുണ്ട്, ഞാൻ ഷോട്ട് എടുത്ത് നോക്കും, നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ ഞാൻ ഈ വേഷം തരാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും എന്ന് ആദ്യമേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് ആ കടഞ്ഞെടുത്ത പോലുള്ള ശരീരത്തിൽ യൂണിഫോം ഇടാൻ പറഞ്ഞു.
ഇട്ടപ്പോൾ ഓക്കെയാണ്. ഇതൊക്കെ കണ്ടിരുന്ന നസീർ സാർ പറഞ്ഞു, അസേ എന്നോടൊപ്പമുള്ള സീൻ പിന്നെ എടുക്കാം, ഒരു ചെറിയ സീൻ ആദ്യം എടുക്കുക എന്ന് പറഞ്ഞു. കാരണം നസീർ സാർ വിചാരിച്ചത് ഈ പുതുമുഖം കുളമാക്കും, ഇയാളുടെ കൂടെ വെറുതെ നമ്മൾ കൂടെ മെനക്കെടണം എന്തിനെന്നേ, അപ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു സീൻ എടുക്കട്ടെ, അത് സക്സസ് ആണെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിച്ചാൽ മതിയല്ലോ എന്നുള്ള ബുദ്ധിപൂർവമായ ഒരു നീക്കം നസീർ സാർ നടത്തി. അങ്ങനെ ഞാനെന്തിനും മെനക്കെടണം എന്ന് നസീർ സാർ ചിലപ്പോൾ വിചാരിച്ചു കാണും. പിന്നീട് ജയൻ്റെ പല സിനിമകളിലും ജയനേക്കാൾ ചെറിയ വേഷം നസീർ സാർ അഭിനയിക്കേണ്ടി വന്നത് ചിലപ്പോൾ ഒരു വിധി നിയോഗമായിരിക്കാം. ഉദാഹരണത്തിന് ശ്രീകുമാരൻ തമ്പി സാർ സംവിധാനം ചെയ്ത നായാട്ട് മാത്രം എടുത്തു നോക്കിയാൽ മതി. ജയഭാരതിയോടും ബഹദൂറിനോടും ഒപ്പമുള്ള ഒരു സീൻ എടുത്തു, അധികം വിശദീകരിക്കാതെ ഹര സാർ ആ സീൻ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്നു. അങ്ങനെ ചെയ്ത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ വന്നിരിക്കുന്ന പുതുമുഖം അദ്ദേഹത്തിൻ്റെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ അഭിനയിക്കും, ഈ കൃഷ്ണൻ നായർ എങ്ങനെ അഭിനയിക്കുമെന്ന് നോക്കാനാണ് ഹര സാർ അധികം വിശദീകരണമൊന്നും പറയാതെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുത്തത്. ചിത്രീകരണം കണ്ടുകൊണ്ടിരുന്ന നസീർ സാറ് സീൻ കഴിഞ്ഞപ്പോൾ ഹര സാറിനോട് പറഞ്ഞു, അസേ ഇവനൊരു സംഭവമാകും. ആലോചിച്ച് നോക്കി. ആന ചവിട്ടിക്കൊല്ലുന്ന സീനിലൊക്കെ ലവലേശം പേടിയില്ലാതെ ജയേട്ട അഭിനയിച്ചു. പഞ്ചമിക്ക് പിന്നാലെ ഹര സാറിൻ്റെ ഇവനെൻ്റെ പ്രിയപുത്രൻ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, അടിമക്കച്ചവടം മുതലായ സിനിമകളിലും അഭിനയിച്ചതിന് ശേഷമാണ് ശരപഞ്ചരത്തിലെ രാജശേഖരനാകാൻ ജയനെ ഫിക്സ് ചെയ്യുന്നത്. GP ഫിലിംസിന് വേണ്ടി ആലോചിച്ചത് മറ്റൊരു കഥയായിരുന്നു. ആ കഥയിൽ മധു സാറായിരുന്നു നായകനാകേണ്ടിയിരുന്നത്. ചർച്ചകൾ ഒരുപാട് നടന്നപ്പോൾ കഥ മാറി. സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ളൊരു കഥ മലയാറ്റൂർ പറഞ്ഞു. വില്ലനാകാൻ ജയനെ നിശ്ചയിച്ചു, നായകനായിട്ട് സത്താറും. കഥാപാത്രമായി മാറിയ ജയൻ രാജശേഖരൻ എന്ന കൊടും വില്ലനെ മറ്റൊരു തലത്തിലെത്തിച്ചു. മദ്രാസിലെ ആനന്ദ് തിയേറ്ററിൽ തുടർച്ചയായി 100 ദിവസം ഓടിയ സിനിമയാണ് അക്കാലത്ത് ശരപഞ്ചരം. പ്രശസ്ത നിർമ്മാണ കമ്പനിയായ സത്യ മൂവീസ്, തമിഴിലെ പ്രശസ്തമായ നിർമ്മാണ കമ്പനിയാണല്ലോ, പിന്നീട് മന്ത്രിയൊക്കെ ആയ RM വീരപ്പൻ്റെ സത്യ മൂവീസ്. അപ്പോൾ RM വീരപ്പൻ ഈ പടം ഒന്ന് കാണണമെന്ന് തോന്നി. അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രൊജക്ഷൻ ഇട്ടു. K ബാലചന്ദ്രൻ, നാഗേഷും അടക്കമുള്ളവരൊക്കെ ആ പ്രൊജക്ഷനിൽ കാണാൻ വന്നു. പടം കണ്ടിറങ്ങിയ RM വീരപ്പൻ ഹര സാറിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, இந்த ஆக்டரை போட்டு தமிழ் படம் ப்ரொடியூஸ் பண்ணலாம், பெஸ்ட் சப்ஜெக்റ്റ് നിങ്ങൾ പാരുങ്കോ, നമുക്ക് ഇയാളെ വെച്ച് തമിഴിലൊരു സിനിമ ചെയ്യാം, നല്ലൊരു സബ്ജക്റ്റ് നോക്കാനാണ് RM വീരപ്പൻ പറഞ്ഞത്. ഈ വിവരം ഹര സാറ് ജയനോട് പറയുമ്പോൾ ജയേട്ടൻ പറഞ്ഞത്, സാറേ മലയാളത്തിൽ കൊടുക്കാനോ ഡേറ്റില്ല, തമിഴ് വേണ്ട സാർ എന്നായിരുന്നു ഉത്തരം. ജയൻ തമിഴിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അക്കാലത്തെ സൂപ്പർ താരങ്ങൾക്ക്, രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്ക് വെല്ലുവിളി ആയേനെ എന്നാണ് ഹര സാർ പറയുന്നത്. പൂട്ടാത്ത പൂട്ടുകൾ എന്ന് പറഞ്ഞ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത, മുള്ളുമല്ലരൂക്ക് എടുത്ത മഹേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു തമിഴ് സിനിമയിൽ ജയേട്ട അഭിനയിച്ചിട്ടുണ്ട്. 3 വർഷത്തിനിടയിൽ ഹര സാറിൻ്റെ 4 സിനിമകളിലേ ജയൻ ഉണ്ടായിരുന്നുള്ളൂ. സാർ പറയുന്നത്, ജയനെ ആക്ഷൻ ഹീറോ എന്ന് ഒരിക്കലും വിളിക്കരുത്, ജയൻ്റെ കഴിവിൻ്റെ ചെറിയൊരു ഭാഗമേ മലയാള സിനിമ ഉപയോഗിച്ചുള്ളൂ, അതിനുമുമ്പ് അദ്ദേഹം പോയല്ലോ. മോശം പടങ്ങളിൽ പോലും ജയൻ ശോഭിച്ചിട്ടേ ഉള്ളൂ. വടക്കംപാട്ട് കഥാപാത്രങ്ങളിലും കരിമ്പന പോലുള്ള IVCC സിനിമകളിലും നായക സങ്കല്പത്തിന് പുതിയ മാനം നൽകിയ, പുരുഷ സങ്കല്പമുണ്ടാക്കിയ നടനായിരുന്നു ജയൻ. ശാപമോക്ഷത്തിലൂടെ ക്യാമറയുടെ മുന്നിൽ ആദ്യമായി നിർത്തിയ JC സാറിനോട് അഭിപ്രായ വ്യത്യാസം കാണിച്ച് പിണങ്ങിപ്പോയ ആളാണ് ജയൻ. ജയന് നിശ്ചയിച്ച വേഷം പിന്നീട് തുറമുഖത്തിൽ സുകുമാരനാണ് അഭിനയിച്ചത്. MG സോമൻ അഭിനയിക്കുന്ന കഥാപാത്രം, ജയൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ ചെകിട്ടത്തടിക്കുന്നൊരു സീനുണ്ട്. എൻ്റെ ചെകിട്ടത്ത് സോമൻ അടിച്ചാൽ എൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ അടി മാറ്റണം എന്ന് പറഞ്ഞ ഒരൊറ്റ ഇഷ്യൂലാണ് അവർ തമ്മിൽ തെറ്റുന്നത്. ജയനെ ഒഴിവാക്കിയിട്ട്, ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ മനുഷ്യൻ ജയനെ ഒഴിവാക്കിയിട്ട് ആ വേഷം സുകുമാരനെ കൊണ്ട് ചെയ്യിച്ചു. ഇതേ അനുഭവം ഹര സാറിനും ജയിലിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വേറൊരു വിരോധാഭാസം. ശരപഞ്ചരം കണ്ട വിതരണക്കാർ ഏഞ്ചൽ ഫിലിംസ് ആയിരുന്നു വിതരണം. നായിക ശരിയായില്ല, പ്രതികാരം ചെയ്യാമെന്ന നായകനെ കൊന്ന് കൊക്കയിലിടുന്നു, ക്ലൈമാക്സ് മാറ്റണം എന്നൊക്കെ നിർബന്ധിച്ചു. മറ്റാരായാലും ചിലപ്പോൾ ഏഞ്ചൽ ഫിലിംസിനെ പോലെ ഒരു വലിയ നിർമ്മാണ കമ്പനി, വിതരണ കമ്പനി പറയുമ്പോൾ മാറ്റും. പക്ഷേ ഹര സാറല്ലേ ആൾ, അദ്ദേഹം അത് കേട്ടില്ല. നിർമ്മാതാവ് GP ബാലനും ഹര സാറിൻ്റെ ഒപ്പം നിന്നു. ശരപഞ്ചരത്തിൻ്റെ വലിയ വിജയത്തിന് പിന്നാലെ ഹര സാർ ഒരു പ്രോജക്റ്റ് ആലോചിച്ചു. ഹിന്ദിയിലെ നമുക്ക് ഹറാം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് റീമേക്ക് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പണികളെല്ലാം ചെയ്തു.
രാജേഷ് ഖന്നയുടെ റോള് നസീർ സാറിനും അമിതാഭ് ബച്ചൻ്റെ റോള് ജയനും. KT മുഹമ്മദിൻ്റെ തിരക്കഥ. ചിത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, അങ്കുരം. ജയൻ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പറക്കുന്ന സമയമായിരുന്നു. ഒരു നിമിഷം ബാലൻസില്ല. പാവം 3-4 വർഷക്കാലം ഉറങ്ങാൻ പോലും ആ മനുഷ്യന് പറ്റിയില്ല. എന്നിട്ടാണ് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് മരിച്ചത്. പ്രേം നസീറിൻ്റെ ഡേറ്റുകൾ വാങ്ങിയിട്ട് ജയന് വേണ്ടി ഹരസാർ 3-4 തവണ പടം മാറ്റിവെച്ചു, ഷെഡ്യൂൾ മാറ്റി, ജയൻ്റെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട്. 4ാം തവണയായപ്പോൾ നസീർ സാർ പറഞ്ഞു, ഇനി എൻ്റെ ഡേറ്റ് മാറ്റരുത്, കാരണം സാറിനും ക്ലാഷ് ആവും, സാറും നല്ല തിരക്ക് നിൽക്കുകയല്ലേ. ജയനും നസീറും ശാരദയും ശ്രീപ്രിയയും പ്രധാന വേഷങ്ങളിൽ വന്ന സിനിമയായിരുന്നു അങ്കുരം. 1.5 ദിവസം ജയേട്ട അഭിനയിച്ചു. ബ്രേക്ക് പറഞ്ഞു, 2ാം ദിവസം ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞ് ഹരസാറ് ഊണ് കഴിക്കാനായിട്ട് വീട്ടിൽ പോയി. മടങ്ങി വന്നപ്പോൾ അറിയുന്നത്, ഒരു കാർ വന്നു നിന്നു, ജയൻ അതിൽ കയറിപ്പോയി. ചുവന്നു തുടുത്ത മുഖവുമായി നസീർ സാറ് ഹരിഹരൻ്റെ അടുത്തെത്തി. അവൻ പോയി, നിങ്ങൾ എന്നെ ഈ ചിത്രത്തിൽ നിന്ന് മാറ്റിക്കൊള്ളൂ, കാരണം 4 തവണ അയാൾക്ക് വേണ്ടി ഡേറ്റ് മാറ്റി വെച്ചു. ഇപ്പോൾ വന്നപ്പോൾ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മുങ്ങി. ഇങ്ങനെ എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് വേറെ വർക്കുകളുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ മാറ്റണമെന്ന് ഒരിക്കലും കാണാത്തൊരു മുഖം, ചുവന്ന മുഖവുമായിട്ട് നസീർ സാർ പറഞ്ഞു. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം സുകുമാരനും ഭാര്യയുമായിട്ട് ഹരൻ സാറിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ ഒരു കാലത്ത് സുകുമാരനെ വെച്ച് ഒരുപാട് സിനിമ ചെയ്ത ആളാണല്ലോ ഹരിഹര സാർ. പെട്ടെന്ന് ഹരൻ സാർ പറഞ്ഞു, സുകുമാരനെ ഒന്ന് തപ്പാൻ പറഞ്ഞു. അവസാന നിമിഷം സുകുമാരനെ കിട്ടുമോ എന്ന് പ്രേം നസീറിന് സന്ദേഹം. ആരെയും കിട്ടിയില്ലെങ്കിൽ ആ വേഷം ഞാൻ അഭിനയിക്കുമെന്നായിരുന്നു ഹരൻ സാറിൻ്റെ മറുപടി. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് വേണമെങ്കിൽ പറയാം. പ്രേം നസീറിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു നായകനായി മലയാള സിനിമയിൽ ഞാൻ വിരാജിക്കുമെന്ന് സ്വപ്നം കണ്ട് മദ്രാസിലേക്ക് വണ്ടി കയറിയ ആളാണ് ഹരൻ സാർ. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ തട്ടകം അഭിനയമല്ല സംവിധാനമാണെന്ന് അവിടെ വെച്ചാണ് സാറിന് മനസ്സിലായത്. സുകുമാരൻ വന്നു, അങ്കുരത്തിൽ അഭിനയിച്ചു. സുകുമാരൻ അന്ന് അഭിനയിച്ചു പോയി. പിറ്റേ ദിവസം സെറ്റിൽ സുകുമാരനും നസീർ സാറുമായിട്ടുള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സെറ്റിലേക്ക് ജയൻ വന്നു. ജയനെ ഹരൻ സാർ മടക്കി വിട്ടു. ഈ പ്രശ്നം മാനസികമായി അല്ലെങ്കിൽ മെൻ്റലി ജയനെ ഒരുപാട് അസ്വസ്ഥനാക്കി. ഒരു നാൾ നമ്മുടെ സാക്ഷാൽ ക്ഷിപ്രകോപിയായ ദേവരാജൻ മാഷ് ഹരിഹരനെ കാണാൻ വന്നു. അയാൾ ആകെ മാനസിക പ്രശ്നത്തിലാണ് എന്നുള്ള വിവരം ദേവരാജൻ മാഷ് പറഞ്ഞു. എനിക്കൊരു വിരോധമില്ല ജയനോട്, അയാൾക്ക് പറ്റിയൊരു കഥ വന്നാൽ ഇനിയും ഞാൻ അയാളെ കൂട്ടും എന്നായിരുന്നു ഹരൻ സാറിൻ്റെ മറുപടി. ദേവരാജൻ മാഷിന് ജയൻ്റെ മാനസിക സംഘർഷം സഹിക്കാനാവുന്നില്ല. മാഷ് ജയനെയും കൂട്ടി ഹരൻ സാറിനെ വീണ്ടും കണ്ടു. ഒരു പുതിയ പ്രോജക്റ്റ് ആലോചിച്ചു. സുപ്രിയ ഹരിപോത്തൻ നിർമ്മിക്കും. KT മുഹമ്മദിൻ്റെ ചക്രവർത്തി എന്ന നാടകം നമ്മൾ സിനിമയാക്കുന്നു. ജയനാണ് നായകൻ. ചക്രവർത്തി ജയനാണ്. ഷൂട്ട് ഭംഗിയായിട്ട് തുടങ്ങി. ചക്രവർത്തി 3-4 ദിവസം പിന്നിടുമ്പോൾ ജയൻ എത്തും. ചിത്രീകരണം 2ാം നാൾ നടക്കുമ്പോൾ നടൻ നാഗേഷ് ഹരൻ സാറിനെ വിളിച്ചു. ജയൻ എന്തോ ആക്സിഡൻറ്റ് പറ്റി എന്നുള്ള വാർത്ത അറിയിച്ചു. ജനറൽ ആശുപത്രിയിലുണ്ട്. നാഗേഷ് വന്ന് ഹരൻ സാറിനെയും കൂട്ടി ആശുപത്രിയിൽ പോയി. ജയൻ എവിടെയാ എന്നുള്ള ഒരു വെപ്രാളത്തോടെ ഹരൻ സാർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിൽ കണ്ടത് സംവിധായകൻ ശശികുമാർ സാറിനെയാണ്. ഹരൻ സാർ തിരക്കി, ജയൻ എവിടെയാ? ജയൻ പോയി എന്നായിരുന്നു ശശികുമാർ സാറിൻ്റെ മറുപടി. വരൂ കാണിക്കാം, ചേതനയേറ്റ ശരീരം കാണിക്കാം എന്നാണ് പറഞ്ഞത്. വേണ്ട, എൻ്റെ മനസ്സിലൊരു ജയനുണ്ട്, അയാൾ അങ്ങനെ ഇരിക്കട്ടെ. ഹരൻ സാർ ഇറങ്ങി നടന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ താര ഹോട്ടലിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്ന സിനിമ ഹരൻ സാർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജയൻ വന്നു. വന്ന വാക്കിലെ ഹരൻ സാറിൻ്റെ കാലിൽ തൊട്ട് തൊഴുതു. എനിക്ക് ജന്മം നൽകിയ സാർ എന്നാണ് ഹരൻ സാറിനോട് ജയേട്ടൻ പറഞ്ഞത്. സാറിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ട് എത്ര തിരക്കുണ്ടായാലും ശരി ആർക്കും ഞാൻ ഡേറ്റ് കൊടുക്കൂ എന്ന് ഹരൻ സാറിനോട് പറഞ്ഞു. നല്ല കഥയും നല്ല കഥാപാത്രങ്ങളും നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ അന്വേഷിച്ച് വരുന്ന നല്ല കഥയും നല്ല കഥാപാത്രങ്ങളും ഒക്കെ ചെയ്യൂ. ഡേറ്റിന് നല്ല വിലയുള്ള സമയമല്ലേ എന്നായി ഹരൻ സാർ. ശരപഞ്ചരത്തിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആകുന്ന ഒരു വേഷമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എനിക്കിനിയും നിങ്ങളുടെ ഡേറ്റ് ആവശ്യമായി വരുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാണ് അന്ന് ജയനെ യാത്രയാക്കിയത്. അഭിനയിക്കാൻ വന്നിട്ട് സെറ്റിൽ ആരോടും പറയാതെ മുങ്ങിയ ജയൻ, ചക്രവർത്തിയാകാൻ ഹരൻ സാർ തന്നെ വീണ്ടും വിളിച്ച ജയൻ,
പ്രതീക്ഷിക്കാത്ത നേരത്ത് ആരോടും ഒന്നും പറയാതെ പോയ ജയൻ. കണ്ണു തട്ടുക എന്ന് പഴമക്കാർ പറയും. കാണുന്നവർക്കൊക്കെ വിസ്മയമായി മാറിയ ജയൻ പോയിട്ട് 45 വർഷമായി. 41ാമത്തെ വയസ്സിലാണ് ജയേട്ട പോകുന്നത്. ഞാൻ ഈ പ്രോഗ്രാം നിങ്ങളിപ്പോൾ കാണുമ്പോൾ മറ്റന്നാൾ വെള്ളിയാഴ്ച 25-ാം തീയതി ഏപ്രിൽ 25-ാം തീയതി ശരപഞ്ചരം റീമാസ്റ്റർ ചെയ്ത് 4K റെസൊല്യൂഷനിൽ 7.1 സൗണ്ട് സിസ്റ്റത്തിൽ വീണ്ടും തിയേറ്ററിലെത്തും. ജയൻ്റെ മുഴങ്ങുന്ന ശബ്ദം ഡോൾബിയിൽ കേൾക്കാൻ നിങ്ങളെല്ലാവരും പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം കാണണം. സൗദാമിനി എന്ന് അദ്ദേഹം വിളിക്കുന്നത്, ഡേ പയ്യൻ എന്ന് വിളിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ സിദ്ധയൻ എന്ന് വിളിക്കുന്നത് കേൾക്കാനായിട്ട് എല്ലാവരും പോകണം. വീണ്ടും ഒരു ഹരൻ സാർ പടം ഞാൻ വീണ്ടും ഹിറ്റുകളുടെ കഥയിൽ ചെയ്തത് ഈ സിനിമ അതർഹിക്കുന്നു എന്നതുകൊണ്ടാണ്. ശരപഞ്ചരം ഒരു വിസ്മയ സിനിമയായിരുന്നു എന്ന് ഞാൻ പറയും. അതും സാറ് തിരക്കഥ എഴുതി. എന്തുകൊണ്ടാണ് സാറ്, എനിക്ക് തോന്നുന്നു നക്ഷത്രങ്ങളൊക്കെ എഴുതി തോന്നുന്നു. സാറിന് നന്നായിട്ട് തിരക്കഥ എഴുതാൻ എന്നെ കൊണ്ട് കഴിയും, സീരിയസ് ആയ സിനിമ എന്നെ കൊണ്ട് എഴുതാൻ കഴിയുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചതാണല്ലോ ശരപഞ്ചരം. അതിലേത് ഘടകങ്ങൾ എടുത്തു നോക്കിയാലും, കഥയായാലും തിരക്കഥയായാലും അഭിനേതാക്കളായാലും സംഗീതമായാലും ക്യാമറയായാലും ഫൈറ്റായാലും, ത്യാഗരാജ മാഷിൻ്റെ ആയിരുന്നു ഫൈറ്റ്. മനോഹരമായ സിനിമയാണ് ശരപഞ്ചരം. അതിപ്പോൾ 7.1 സൗണ്ട് സിസ്റ്റത്തിലും 4K റെസൊല്യൂഷനിലും ഒക്കെ ആകുമ്പോൾ മുട്ടായി പോലെ ഇരിക്കും. വീരകഥ കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തതാണ്. മറ്റന്നാൾ റിലീസാവുന്ന ശരപഞ്ചരത്തിലൂടെ നമുക്ക് ജയേട്ടനെ ഒന്നുകൂടി അനുസ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അതുല്യ നടൻ്റെ ആത്മാവിന് വീണ്ടും 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 ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഹരസാർ ഇനിയും ഇതുപോലുള്ള മനോഹരമായ സിനിമകൾ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.